നമസ്കാരം. സാബു കൊട്ടോട്ടി എന്ന പേരിൽ ഒരു കൊട്ടോട്ടിയുണ്ട്. ആ കൊട്ടോട്ടി എവിടെയെന്ന് പലരും ചോദിക്കാറുണ്ട്. എവിടെയാണ് ഈ കൊട്ടോട്ടി? താങ്കൾ താമസിക്കുന്ന മലപ്പുറത്തൊരു കൊണ്ടോട്ടി ഉണ്ടല്ലോ, കൊണ്ടോട്ടിയാണോ അതോ ഇനി മറ്റെവിടെയെങ്കിലും ആണോ എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിക്കുന്നവരോട് വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഈ കൊട്ടോട്ടി എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയായിട്ടുള്ള കടയ്ക്കലിന് സമീപത്തുള്ള വലിയ പെരിങ്ങാടിന് സമീപത്തുള്ള ഒരു ചെറിയൊരു മലയാണ് എന്നാണ്. ആ മലയ്ക്ക് ഒരു ഐതിഹ്യമുണ്ട്. കണ്ണങ്കോട്ട് കുന്ന് എന്ന് പറയുന്ന ഒരു കുന്നിൻ്റെ ഒരു അല്പം, അതായത് ഒരു കൊട്ട മണ്ണ് വീണതിൻ്റെ ഒരല്പം തെന്നി വീണ കുന്നാണ് കൊട്ട തട്ടിക്കുന്ന് എന്ന്. അവിടെയും മറ്റൊരു കഥയുണ്ട്. പണ്ട് ഹനുമാൻ ആ മല എടുത്തുകൊണ്ട് പോകുമ്പോൾ ഒരു പരിപാടി ഉണ്ടല്ലോ. അങ്ങനെ പോയപ്പോൾ കൈമേല മല കൊണ്ടുപോയ സമയത്ത് ഒരു അല്പം അടർന്നു വീണതാണ് കണ്ണങ്കോട്ട് കുന്ന് എന്ന് ഒരു ഐതിഹ്യമുണ്ട്. അങ്ങനെ കണ്ണങ്കോട്ട് കുന്ന് ഉണ്ടായപ്പോൾ അവിടെ നിന്ന് ഒരു കൊട്ട മണ്ണ് തെറിച്ചു വീണുണ്ടായതാണ് കൊട്ടതട്ടിക്കുന്ന് എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഈ കൊട്ടോട്ടിക്കുന്നിന്റെ മുകളിലൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ബാല്യകാലം. അത് മാത്രമല്ല, അവിടെ നിന്ന് കൊട്ടോട്ടിയുടെ താഴ്വരയിൽ നിന്ന് ആണ് യാത്ര ചിതറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക്. അന്ന് ഹയർ സെക്കൻഡറി അല്ല, അന്ന് ഹൈസ്കൂളാണ്. പാടുവരമ്പത്തൂടെ നടന്നു പോകും. അങ്ങനെ നടന്നു പോകുമ്പോൾ ആരൻ്റെ മാവിലെറിയുന്നു, കശുവണ്ടി പെറുക്കുന്നു, അങ്ങനെ പല വിക്രസുകൾ. അറിയാമല്ലോ പഴയ കാലത്തെ ഒരു കാലഘട്ടം. ഒരു ചെരുപ്പ് എന്ന് പറയുന്നത്, അവായി ചെരുപ്പ് എന്ന് പറയുന്നത് കാണുന്നത് 10ാം ക്ലാസ്സിലാണ്. അതുപോലെ മറ്റു പലതും കാണുന്നത് ഹൈസ്കൂൾ ക്ലാസ്സുകൾ കടന്നതിന് ശേഷമാണ്. നമ്മുടെ ബാല്യകാലം, അതായത് ഇന്നത്തെ കുട്ടികൾ അനുഭവിക്കാത്തൊരു ബാല്യകാലത്തേക്ക് എന്നെ കൊണ്ടുപോയ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് ആമുഖമായി ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. നമ്മൾ ചില വ്യക്തികളെ വിലയിരുത്തുന്നത് അവരുടെ ചില മേഖലയിലുള്ള പ്രകടനങ്ങളെ വെച്ചിട്ടാണ്. അയാൾ അങ്ങനെയായിരിക്കാം, അയാൾ ഇങ്ങനെയായിരിക്കാം എന്ന്. ഒരുപക്ഷെ റിയൽ ലൈഫിൽ, പ്രാക്ടിക്കൽ ലൈഫിൽ അതിൻ്റെ അപ്പുറത്തായിരിക്കും വ്യക്തി. ഒരുപക്ഷെ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അത്ര ഉന്നതിയിലായിരിക്കും ചില വ്യക്തികളെന്ന് പറയുന്നത്. അത്തരത്തിലൊരു വ്യക്തിയെ കഴിഞ്ഞ ദിവസം ഞാൻ പരിചയപ്പെട്ടു. മാത്രമല്ല, ഇത്തരം വ്യക്തികൾ വളരെ പ്രശസ്തരാണ് എന്നുണ്ടെങ്കിൽ പിന്നെ പിടിച്ചാൽ കിട്ടുകയില്ല. ആരും വിളിച്ചാൽ ഫോൺ എടുക്കൂല, മാനേജറായിരിക്കും ഫോൺ എടുക്കുക, കിട്ടിയാൽ കിട്ടി. അങ്ങനെയാണ്. വലിയ മസിൽ പിടുത്തം ഉണ്ടാവും അത്തരക്കാർക്ക്. എന്നാൽ യാതൊരു മസിൽ പിടുത്തവും ഇല്ലാത്ത ഒരു വ്യക്തിയുടെ ഒരു പ്രസംഗം കഴിഞ്ഞ ദിവസം ഞാൻ യൂട്യൂബിൽ കാണാനിടയായി. ഞാൻ നമ്പർ തപ്പിയെടുത്ത് അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് അല്ല കിട്ടിയത്, അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന മറ്റൊരു വ്യക്തിയുടെ നമ്പർ കിട്ടി. അയാളൊരു നമ്പർ തന്നു. ഞാൻ ചോദിച്ചു അയാളോട്, ഇദ്ദേഹം വിളിച്ച ഫോൺ എടുക്കും? പിന്നെ എന്താ എടുക്കും, ഒരു കുഴപ്പമില്ല, യാതൊരു തലക്കനവും ഇല്ലാത്തൊരു വ്യക്തിയാണെന്ന് എനിക്ക് അദ്ദേഹം ഒരു ആശ്വാസം തന്നു. ഞാൻ വിളിച്ചു, സ്പോട്ടിൽ ഫോൺ എടുത്തു എന്ന് മാത്രമല്ല, എനിക്ക് മതിയാവോളം അദ്ദേഹം സംസാരിച്ചു. എനിക്ക് പറയാനുള്ളത് മുഴുവനും കേട്ടു. അദ്ദേഹത്തിന് പറയാനുള്ളത് യാതൊരു സങ്കോചവും ഇല്ലാതെ, ഒരു അന്യതാബോധവും ഇല്ലാതെ എന്നോട് സംസാരിച്ചു. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഷാജി എന്ന ആ ഫിലിം സ്റ്റാർ, ഇന്ന് കോമഡി മേഖലയിലൂടെ കടന്നു വന്ന് സിനിമാ മേഖല നിറഞ്ഞു നിൽക്കുന്ന ഷാജി. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് പല പേരുകളിലാണ്, പല സിനിമാ പേരുകളിലും ചേർത്ത് വിളിക്കാറുണ്ട്. പക്ഷെ ഞാനത് ഇഷ്ടപ്പെടുന്നില്ല. കാര്യം അദ്ദേഹം വളരെ മൂല്യവത്തായ, ഒരുപാട് മൂല്യമുള്ള മനസ്സിന്റെ ഒരു ഉടമയാണ്. ആ ഒരു ബഹുമാനം സൂക്ഷിച്ചുകൊണ്ട് മാത്രമേ എനിക്ക് അദ്ദേഹത്തോട് സംസാരിക്കാൻ കഴിയൂ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സ്കൂളിൽ പോയ ആ ബാല്യകാലത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്ന ചില വാക്കുകളുണ്ട്. ആ വാക്കുകൾക്ക് ഇന്ന് വലിയ പ്രസക്തിയാണുള്ളത്. പണ്ടൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോൾ എങ്ങനെയാ, ഇവിടെ നിന്ന് ആടിനെ വലിച്ചുകൊണ്ട് പോകുന്ന പോലെ എന്നെയൊക്കെ കൊണ്ടുപോകണം എൻ്റെ അമ്മ സ്കൂളിലേക്ക്. അവിടെ നിന്ന് സ്കൂൾ കഴിഞ്ഞിട്ട് ബെല്ലടി കേട്ടാൽ അവിടെ നമ്മൾ ഓടിയ വീട്ടിലേക്ക് പോകണം. കാരണം സ്കൂളിൽ കിട്ടാത്ത എന്തോ നമ്മുടെ വീട്ടിൽ നമുക്ക് കിട്ടും. ഓടി വരുമ്പോൾ നമ്മുടെ അമ്മ ചേർത്ത് പിടിക്കും, നമുക്കൊരു ഉമ്മ തരും. അതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് അവർ ഓടി വരുന്നത്. പക്ഷെ ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ ആടിൻ്റെ അവസ്ഥ വലിയ ആൺകുട്ടികൾക്കാവും. കാരണം അവർ വന്നു കഴിയുമ്പോൾ കുഞ്ഞു മാറാ ചായ കുടിക്കടാ, ഈ ചേർത്ത് പിടിക്കൽ ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ ഇവരെന്ത് ചെയ്യും, ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് ഒരു അരമണിക്കൂർ ലേറ്റാവും. കൂട്ടുകാരായിട്ട് വർത്തമാനം പറഞ്ഞ് നിൽക്കും. അപ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ പറഞ്ഞ് എവിടെയുണ്ട്, ഞാൻ ക്ലാസ്സിലുണ്ട്, സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. ഓക്കെ, സ്പെഷ്യൽ ക്ലാസ് കഴിഞ്ഞിട്ട് പോവാം. അപ്പം നമ്മുടെ വീട്ടിൽ കിട്ടാത്തത് പുറത്ത് കിട്ടുന്നുണ്ട്. അവരത് അന്ന് അരമണിക്കൂറാണെങ്കിൽ 10 ദിവസം കഴിയുമ്പോൾ അത് 1 മണിക്കൂറാക്കി മാറ്റും. അങ്ങനെ നമ്മുടെ കുട്ടികൾ നമ്മളിൽ നിന്ന് അകന്നു പോകണം നമ്മൾ ഒരിക്കലും അറിയില്ല. വളരെ പ്രസക്തിയുള്ള വാക്കുകളാണ് ഈ കാലഘട്ടത്തിൽ. ഇപ്പൊ പറയുന്നുണ്ടല്ലോ, നമ്മുടെ കുട്ടികൾ നമ്മളിൽ നിന്നും അകന്നു പോവുകയാണ്. കുട്ടികൾ, രക്ഷിതാക്കൾ പറയുന്നത് കേൾക്കുന്നില്ല. അധ്യാപകർക്ക് വടി കൊടുക്കണം. എന്ത് തടി കൊടുത്തിട്ടും കാര്യമില്ല. മുമ്പ് 7 മണിയാവുമ്പോൾ നമ്മുടെ മക്കൾ നമ്മുടെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇന്ന് നട്ടപ്പാതിരിക്ക് ടർഫ് തേടി പോകുന്നതിന് കാരണമുണ്ട്. നമുക്ക് പൊതിച്ചോറ് കെട്ടി കൊടുക്കാൻ, അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ, അവരൊന്ന് ചേർത്ത് പിടിക്കാൻ. ഞാനൊരു ക്ലാസ്സുകളിൽ രക്ഷിതാക്കളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ കുട്ടിക്ക് 13-14 വയസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ അവരെ കെട്ടിപ്പിടിക്കാറുണ്ടോ? നിങ്ങളവരെ ചേർത്ത് നിർത്താറുണ്ടോ? അപ്പോൾ ഒരു ഡയലോഗ് പറയും, തന്നോളം വളർന്നാൽ താനെന്ന് വിളിക്കണമെന്ന്. എത്ര തന്നെ വളർന്നു കഴിഞ്ഞാലും തൻ്റെ മക്കളാണ്. ആ മക്കൾക്ക്
തന്റെ മാതാപിതാക്കളെ കെട്ടിപ്പിടിക്കാനും മാതാപിതാക്കളെ ചുംബിക്കാനും മക്കളെ കെട്ടിപ്പിടിക്കാനും മക്കളെ ചുംബിക്കാനും മാതാപിതാക്കൾക്ക് കഴിയണം. ഏതു പ്രായത്തിലും കഴിയണം. ഇല്ല എന്നുണ്ടെങ്കിൽ അത് അപകടമാണ്. അത്തരം ബന്ധങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന് മാതാപിതാക്കൾ ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വരുന്ന സാഹചര്യമുള്ളത്. ഇവിടെ ഷാജി പറഞ്ഞ വാക്കുകൾക്ക് വളരെ പ്രസക്തിയുണ്ട്. കുറച്ചു കാലം മുമ്പ് ഒരു ക്ലാസ്സിൽ എന്നെ ക്ഷണിച്ചു. അതായത് ശിഥിലമാകുന്ന കുടുംബ ബന്ധങ്ങൾ എന്നാണ് അവർ ടൈറ്റിൽ കൊടുത്തിരുന്നത്. പക്ഷെ ഞാനിവിടെ ചെന്നപ്പോൾ കണ്ട കഥ അതിദയനീയമാണ്. പെൻഷൻ പറ്റിയ കുറെ വൃദ്ധരായ കുറെ ആൾക്കാർ, ആരോരുമില്ലാത്തവരെന്ന് വേണമെങ്കിൽ പറയാം, മക്കളെയൊക്കെ നല്ല രീതിയിൽ വളർത്തി നല്ല വിദ്യാഭ്യാസം കൊടുത്തു, എല്ലാം കൊടുത്തു. അവരൊക്കെ കാനഡയിലും അതേപോലെ UK-യിലും മറ്റു ഭാഗത്തും പലയിടത്തും ലോകത്തിന്റെ പല ഭാഗത്തും സെറ്റിലായി. ഈ മാതാപിതാക്കൾ ഇവർ വയസ്സാം കാലത്ത് ഇവിടെ ഒറ്റപ്പെട്ടുപോയി. ഇതാണ് അവസ്ഥ. അതായത് ഇവരെ നോക്കാൻ ആളില്ല. മക്കൾക്ക് എല്ലാം കൊടുത്തു, പക്ഷെ കൊടുക്കേണ്ടത് കൊടുത്തില്ല. എന്താണ് കൊടുക്കാത്തത് എന്നാണ് ഷാജി ഇവിടെ സൂചിപ്പിക്കുന്നത്. നോക്കൂ, ഈ വയസ്സായ ഈ പ്രായത്തില് അവിടെ ശിഥിലമാകുന്ന കുടുംബ ബന്ധങ്ങളെ കുറിച്ച് ക്ലാസ് എടുക്കാൻ പറ്റുമോ? പറ്റില്ല. അവരുടെ വാർദ്ധക്യത്തിൽ അവർ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് സംസാരങ്ങളുണ്ട്, കുറെ വാക്കുകളുണ്ട്. ആ വാക്കുകൾ അവരോട് സംസാരിച്ച് ഞാൻ മടങ്ങിപ്പോന്നു. ശിഥിലമായ കുടുംബ ബന്ധങ്ങളൊക്കെ ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ശിഥിലമാകുന്നവർക്ക് കൊടുക്കാം. ഈ വാർദ്ധക്യത്തിൽ അനാഥരായി പോയവരുടെ മുഖത്ത് നോക്കി അത്തരം വൈജ്ഞാനിക ബോധനം അങ്ങോട്ട് വിളമ്പി കൊടുക്കാൻ എനിക്ക് തോന്നിയില്ല. ഏതായാലും ആ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യരെ കൊണ്ട് ചെന്ന് എത്തിക്കുന്ന ചില സംഭവവികാസങ്ങൾ അല്ലെങ്കിൽ ആ സാഹചര്യത്തെയാണ് ഷാജി ഇവിടെ അർത്ഥവത്തായ വാക്കുകളിൽ കോറിയിട്ടത്. അതുകൊണ്ടാണ് എനിക്ക് അദ്ദേഹത്തെ വിളിച്ച് അദ്ദേഹത്തോട് നന്ദി അറിയിക്കാനും സമൂഹത്തിന് ഇത്രയധികം സന്ദേശം കൊടുക്കാൻ, ഇത്ര വലിയ സന്ദേശം കൊടുക്കാൻ, അത് ഇവിടുത്തെ മാതാപിതാക്കളെ, പുതിയ തലമുറയെ, ഈ മക്കളെ പരിപാലിക്കുന്ന രക്ഷിതാക്കളെ ഒക്കെ, അധ്യാപകരെ ഒക്കെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി കാണിച്ച ഒരു മനസ്സുണ്ടല്ലോ, ആ മനസ്സിനെ നമ്മൾ അഭിനന്ദിക്കണം. എന്തിനാണ് വിദ്യാഭ്യാസം? പൗരബോധമുള്ള, രാഷ്ട്രബോധമുള്ള, കുടുംബത്തെ ചേർത്ത് നിർത്താൻ കഴിയുന്ന, വ്യക്തിത്വ ബോധമുള്ള, വ്യക്തിബോധനം മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു തലമുറയെ ഉണ്ടാക്കിയെടുക്കാനാണ് വിദ്യാഭ്യാസം. അപ്പോൾ ആ വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി വിളിച്ചു പറഞ്ഞ ഒരു കലാകാരനെ വിളിച്ച് അദ്ദേഹത്തിന് അതിനോട് നന്ദി പറയുക, ആ വാക്കുകൾ പറഞ്ഞതിന് ഒരു അഭിനന്ദനം കൊടുക്കുക. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ മനുഷ്യരായിട്ട് അല്ലെങ്കിൽ വലിയ കൊമ്പത്തെ ആൾക്കാരാണെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. സത്യത്തിൽ ഇത്ര സിമ്പിൾ ആണെന്ന് ഞാൻ കരുതിയില്ല. ഏതായാലും ആ അദ്ദേഹത്തിന്റെ ആ ഭാഷണം കാണാത്തവർക്ക് വേണ്ടി ഞാൻ മുഴുവനായി ഇന്ന് കൊടുക്കുന്നു. നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടിയിട്ട്, നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാനായിട്ട് നമ്മുടെ മക്കളെ നമ്മൾ ഒരുക്കുന്നതും നമ്മൾ ജീവിക്കുന്നതും. പണ്ടൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോൾ എങ്ങനെയാ, ഇവിടെ നാടിനെ വലിച്ചുകൊണ്ട് പോകുന്ന പോലെ എന്നെയൊക്കെ കൊണ്ടുപോയണം എൻ്റെ അമ്മ സ്കൂളിലേക്ക്. അവിടെ നിന്ന് സ്കൂൾ കഴിഞ്ഞിട്ട് ബെല്ലടി കേട്ടാൽ അവിടെ നമ്മൾ ഓടിയ വീട്ടിലേക്ക് പോകണം. കാരണം സ്കൂളിൽ കിട്ടാത്ത എന്തോ നമ്മുടെ വീട്ടിൽ നമുക്ക് കിട്ടും. ഓടി വരുമ്പോൾ നമ്മുടെ അമ്മ ചേർത്ത് പിടിക്കും, നമുക്കൊരു ഉമ്മ തരും. അതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് അവർ ഓടി വന്നത്. പക്ഷെ ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ ആടിൻ്റെ അവസ്ഥ വലിയ ആൺകുട്ടികൾക്കാവും. കാരണം അവർ വന്നു കഴിയുമ്പോൾ കുഞ്ഞു മാറാ ചായ കുടിക്കടാ, ഈ ചേർത്ത് പിടിക്കൽ ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ ഇവരെന്ത് ചെയ്യും, ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് ഒരു അരമണിക്കൂർ ലേറ്റാവും, കൂട്ടുകാരായിട്ട് വർത്തമാനം പറഞ്ഞ് നിൽക്കും. അപ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ പറഞ്ഞ് എവിടെയുണ്ട്, ഞാൻ ക്ലാസ്സിലുണ്ട്, സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. ആ ഓക്കെ, സ്പെഷ്യൽ ക്ലാസ് കഴിഞ്ഞിട്ട് പോവാം. അപ്പം നമ്മുടെ വീട്ടിൽ കിട്ടാത്തത് പുറത്ത് കിട്ടുന്നുണ്ട്. അവരത് അന്ന് അരമണിക്കൂറാണെങ്കിൽ 10 ദിവസം കഴിയുമ്പോൾ അത് 1 മണിക്കൂറാക്കി മാറ്റും. അങ്ങനെ നമ്മുടെ കുട്ടികൾ നമ്മളിൽ നിന്ന് അകന്നു പോകണം നമ്മൾ ഒരിക്കലും അറിയില്ല. ഇത് പ്രത്യേകിച്ച് നമ്മുടെ ഫാമിലിയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. കാരണം ഞാൻ 10 മക്കളാണ് ഞങ്ങൾ. എൻ്റെ സ്കൂളിലെ കഞ്ഞിയും ഉപ്പുമാവൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ പണ്ടേ ചത്തുപോയനെ പകുതി. ഓരോ വർഷം ഓരോ കുട്ടീനെ സ്കൂളിലാക്കാൻ ചെല്ലുമ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൾ അച്ഛനോട് ചോദിക്കും, തങ്കപ്പ അത് കഴിഞ്ഞില്ലേ? പക്ഷെ ആ സ്കൂളിലെ കഞ്ഞിയും പയറും കഴിച്ച് തന്നെയാണ് ഞാനും എൻ്റെ കൂടപ്പുറപ്പുകളൊക്കെ വളർന്നത്. ഇപ്പം എത്ര കുട്ടികൾ ഉച്ചഭക്ഷണം കഴിക്കേണ്ടത് നമ്മുടെ സ്കൂളിൽ നിന്ന്? വളരെ ചുരുക്കം ഉണ്ടാവുള്ളൂ, ആരും കഴിക്കില്ല. ഇപ്പം ഈ പറഞ്ഞ പോലെ ജാതി മതം അങ്ങനെയൊക്കെ ആ പണ്ട് കാലത്തെ സിസ്റ്റമൊക്കെ പോയി, അതൊന്നും ഇല്ല. ഇപ്പം ഉള്ളത് നമ്മുടെ മനസ്സിലാണ്. നമുക്കെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരാളോട് ഞാനൊരു പുലയനാണെന്ന് നിന്നൊരു 10 പേര് കൂടുന്നെന്ന് പറയാൻ ചലിപ്പുള്ള പല ആൾക്കാരെ എനിക്കറിയാം. ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എന്നോട് ഇതുപോലെ തന്നെ ഒരു മുഖ്യനായിട്ടുള്ള നടൻ, പ്രൊഫഷണലായിട്ടുള്ള നടൻ എന്നോട് ചോദിച്ചു, ഷാജി നമുക്ക് ഈ കൊയ്ത്തും വിദ്യയൊക്കെ വീണ്ടും നമ്മുടെ കേരളത്തിൽ വന്നോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരട്ടെ, നല്ല കാര്യമോ? ഇത് ആര് കൊയ്യും ആര് വിതക്കുമെന്ന് ചോദിച്ചു. അല്ല, അതിന് ആ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ടല്ലോ. ഞാൻ പറഞ്ഞു ഞാൻ ആ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ അനിയന്മാരെ സഹോദരന്മാരെ പോയിട്ട് അടുത്ത് കിടന്ന് ഉഴുതിട്ട് വൈകുന്നേരം ആകുമ്പോൾ 150 രൂപ മേടിച്ച് ഇപ്പോഴത്തെ കാലത്ത് കിടന്ന് ജീവിക്കാൻ പറ്റില്ല. പെയിൻറ്റിങ്ങിന് പോയി കിട്ടും ഒരു 1000 രൂപ. ഞങ്ങൾക്ക് ആ പണി മതി. അല്ല എന്നാലും നമ്മൾ ഈ കൃഷി വന്നതല്ല. ഞാൻ പറഞ്ഞു വരട്ടെ, ചേച്ചീനെ വിടുവോ കൊയ്യാനായിട്ട്, പയ്യനെ വിടുവോ കണ്ടവിടാനെന്ന് ചോദിച്ചു. ഇതും പറഞ്ഞിട്ട് ഞാൻ ഇച്ചിരി ദേഷ്യപ്പെട്ട് സംസാരിച്ച് ഞാൻ പിറ്റേ ദിവസം ഞാൻ ചായ കുടിക്കുന്നപ്പോൾ എൻ്റെ പുറകെ വന്ന് തട്ടിയിട്ട് പറയേ, ഹലോ പിണക്കം മാറിയില്ല ഇന്ന്. ഇത് പിണക്കമല്ല, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന കാര്യം പുറത്തോട്ട് പറയണ. ഞാൻ പഠിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ പഠിക്കുന്ന പയ്യൻ, അച്ഛൻ ഇവൻ്റെ സ്റ്റൈഫൻഡ് മേടിക്കാൻ പറഞ്ഞാൽ അവന് ഇഷ്ടമല്ല. അച്ഛൻ്റെ ഷർട്ടിൽ ബീഡിയുടെ കുറ്റിയുടെ ഊട്ട ഉണ്ടാവുന്നു, ബീഡി തീ വീണതിൻ്റെ ഊട്ട ഉണ്ടാവും. അതുകൊണ്ട് അമ്മ ഒന്നായിരുന്നു. നമ്മൾ പറയണം ഞാൻ ആരാ, ഞാൻ എന്താ, ഞാനൊരു പുലേനാന്ന് എവിടെ നിന്ന് പറയണം. പല ആൾക്കാർക്കുണ്ട് ഒരു മടിച്ച് മാറിയിട്ട് 10 പേരുടെ മുമ്പിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചിലായി പോകുന്നൊക്കെ.
ഒരിക്കലും ഇല്ല. നമ്മളവിടെ നിവർന്നെന്ന് പറഞ്ഞത് തന്നെ. ഇപ്പൊ കണ്ടില്ല ഇത്രയും കസേര ഇവിടെ കിടക്കുന്നത്. ആ ബാക്കിൽ പോയിട്ട് ആ തിണ്ണയിലെ പോയി ഇരിക്കുവോ എല്ലാവരും? ഈ കസേരയിൽ വന്ന് അവരിരുന്ന നാളെ ഈ കസേരയിൽ ഇരിക്കാൻ അവർ പേടിക്കും വേറെ തന്നെ. അപ്പൊ നമ്മളായിട്ട് തന്നെ പിന്നോട്ട് പോയിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരാൻ ഞങ്ങൾ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പിന്നോട്ട് പോണതാണത്. എവിടെ ഏത് ഫംഗ്ഷന് നമ്മുടേതായിട്ടുള്ള ഒരു ഫംഗ്ഷന് ചെല്ലുമ്പോൾ ഞാൻ കാണുന്ന ഒരു കാഴ്ചയാണ് ഈ പറഞ്ഞ പോലെ തന്നെ കുറെ കസേര ഇട്ടിട്ട് കസേര ഫ്രീ ആയിട്ടിരിക്കും, അപ്പുറം ദൂരെ മാറി നിൽക്കും. ഒരു സാംസ്കാരിക സമ്മേളനമാണെങ്കിൽ ഒരു സംസ്കാരം ഇല്ലാത്ത കുറെ ആൾക്കാർ ഇവിടെ ഇരിക്കുന്ന പോലെയാണ് അവരുടെ ധാരണ. Different angles. Don't forget to subscribe and support this channel.